രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സിറത്തിൻ്റെ ഒരു 3-4 ഡ്രോപ്പ് നമ്മുടെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ് ആയതുകൊണ്ടും ഹോം മെയ്ഡ് ആയതുകൊണ്ടും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത് കുറച്ചൊരു സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വേണമെന്ന് വിചാരിക്കരുത്. സ്കിന്ന് ഭയങ്കര ഓയിലി ആയതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മളെ കുറച്ച് കഴിയുമ്പോഴേക്കും ഡള്ളാക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഈ ഓയിലി സ്കിന്നുകാർക്കുണ്ട്. ഇതിനാദ്യം ചെയ്യേണ്ടത് തക്കാളിയുടെ നീര്, അതിലേക്ക് അലോവേര ജെല്ല് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പപ്പായ ജ്യൂസും, ഇത് മൂന്നും കൂടെ ഒരേ ക്വാണ്ടിറ്റിയിൽ അരിയണം. കാരണം ഇതൊരു സിറം ആയതുകൊണ്ട് മൂന്നിൻ്റെയും ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. SPF മോയ്സ്ചറൈസറും ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. പക്ഷെ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒന്നാണ് സിറംസ്. ചിലപ്പോൾ സിറം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടാത്തത് കൊണ്ടും പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സിറത്തിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിക്കാതെ ആ സ്റ്റെപ്പ് ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹോം മെയ്ഡ് സിറംസ് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഹോം മെയ്ഡ് സിറംസ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സിറംസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഡ്രൈ സ്കിന്നിന് പറ്റുന്നതുകൊണ്ട്, ഓയിലി സ്കിന്നിന് പറ്റുന്നതുകൊണ്ട്, കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുന്നതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ഓരോ സിറംസും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സിറം എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വെളിച്ചെണ്ണ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ അലോവേര ജെല്ല് ആഡ് ചെയ്യാം. നമ്മൾ അലോവേര വീടുകളിലുള്ള അലോവേരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകി വൃത്തിയാക്കി അതിൽ ഈർപ്പം മാറിയതിന് ശേഷം മാത്രമേ അതിലെ ജെല്ല് നമ്മൾ എടുക്കാവൂ. അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ നമുക്ക് ഒരാഴ്ച വരെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സിറത്തിൻ്റെ ഒരു 3-4 ഡ്രോപ്പ് നമ്മുടെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മാത്രമല്ല നെക്കിൻ്റെ ഈ ഒരു ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഫേസ് ഒരു അപ്വേർഡ് മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈ സ്കിന്നുകാർക്ക് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇത് നമ്മുടെ ഡെയിലി ഒരു മോർണിംഗ് റൊട്ടീൻ മാത്രമല്ല നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇതൊരു കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ് ആയതുകൊണ്ടും ഹോം മെയ്ഡ് ആയതുകൊണ്ടും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത് കുറച്ചൊരു സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വേണമെന്ന് വിചാരിക്കരുത്. കുറച്ചൊരു സ്ലോ ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഓയിലി സ്കിന്നുകാർക്കുള്ളത്. ഓയിലി സ്കിൻ എന്ന് പറയുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാവും ഫേസ് കാണാൻ. പക്ഷേ ഈ ഓയിലി സ്കിന്നുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും പിമ്പിൾസ് ആയിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രേക്ക്ഔട്ട്സും. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പ്രശ്നം. അതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ടാൻ ആവും. അതുപോലെ ചിലപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഇടുന്നത് ഈ ഓയിലി സ്കിന്ന് ഭയങ്കര ഓയിലി ആയതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മളെ കുറച്ച് കഴിയുമ്പോഴേക്കും ഡള്ളാക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഈ ഓയിലി സ്കിന്നുകാർക്കുണ്ട്. ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സിറം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിനാദ്യം ചെയ്യേണ്ടത് തക്കാളിയുടെ നീര്, അതിലേക്ക് അലോവേര ജെല്ല് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പപ്പായ ജ്യൂസും, ഇത് മൂന്നും കൂടെ ഒരേ ക്വാണ്ടിറ്റിയിൽ അരിയണം. കാരണം ഇതൊരു സിറം ആയതുകൊണ്ട് മൂന്നിൻ്റെയും ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ പപ്പായ എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസിൻ്റെ ഒരു സോഴ്സാണ്. ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പപ്പായ വെറുതെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലത്. അത് നല്ല ഗ്ലോ കിട്ടാനും നറിഷ്മെൻറ്റ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു മിക്സ്ചർ, അതായത് തക്കാളിയുടെ നീര്, അലോവേര ജെല്ല്, പപ്പായ ജ്യൂസ്, ഈ ഒരു മിക്സ്ചർ നമുക്ക് ഒരാഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ഒരു സിറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇതിനധികം തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് ഒരു കോട്ടൺ എടുത്ത് അതിൽ ഡാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ രാവിലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമ്മുടെ ഫേസിൽ വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ. ഇപ്പോൾ രാവിലെ പോസിബിൾ അല്ലാത്തവർക്ക് നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോകളിൽ നമുക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന 2 സിറംസ്. പിന്നെ ഈ സിറംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞത് ഡ്രൈ സ്കിന്നുകാർക്കും, സെക്കൻഡ് പറഞ്ഞത് ഓയിലി സ്കിന്നുകാർക്കുമാണ്. സ്കിൻ ടൈപ്പിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.